നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നും ഇപ്പോൾ തന്നെ പൊട്ടിച്ചെടുത്ത ഫ്രഷ് ആയ നാടൻ ചീരയും സാമ്പാർ ചീരയും ഉപയോഗിച്ച് രുചികരമായ ഹെൽത്തി തോരൻ തയ്യാറാക്കാം. ഇതിനായി ചീരകളും 2 സവാളയും ചെറുതായി അരിഞ്ഞു വച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1-2 വേപ്പില ഇട്ട് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ തീ ഒരല്പം കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 സവാള ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് സവാള സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കി നന്നായി വേർപെടുത്തിയെടുക്കാം. അടുക്കളത്തോട്ടത്തിലുണ്ടായ ഒരു ചീരയുടെ ഇലകളും സാമ്പാർ ചീരയുടെ 4 തണ്ടും ഇലകളും ഉപയോഗിച്ചാണ് ഈ കറി തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ അടുക്കളത്തോട്ടം തയ്യാറാക്കിയെടുത്താൽ നമുക്ക് ഹെൽത്തി ആയി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ മായമില്ലാത്ത കറികൾ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി സവാളയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഒരു തെർമോക്കോൾ പെട്ടിയിൽ അടിയിൽ ദ്വാരമിട്ട് അതിൽ ഉണങ്ങിയ ഇലകളിട്ട് അതിനു മുകളിൽ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് മണ്ണിൽ കൂട്ടി യോജിപ്പിച്ച് ഉണ്ടാക്കിയ മിശ്രിതത്തിലാണ് ചീരയും സാമ്പാർ ചീരയും വളർത്തുന്നത്. വാടി വന്ന സവാളയിലേക്ക് ഇനി 1 തണ്ട് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. വേപ്പില നന്നായി കൂട്ടി യോജിപ്പിക്കുക. ഇനി 2 ടീസ്പൂൺ കുത്തിയെടുത്ത മുളക്, കുത്തിപ്പൊടി മുളക് എന്നും പറയും, അതായത് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ മുളകും സവാളയും എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വച്ചിട്ടുള്ള ചീര മുഴുവനായി ചേർത്ത് കൊടുക്കാം. ചീരയുടെ ഫ്രഷ്നെസ് കണ്ടാൽ തന്നെ അറിയാമല്ലോ. ഇനി ഇതെല്ലാം കൂടി നന്നായി കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ചീര കൃഷി ചെയ്യുമ്പോൾ ദിവസവും നനച്ചു കൊടുക്കണം, എങ്കിലേ നന്നായി വളർന്നു വരൂ. ഏതെങ്കിലും തരത്തിലുള്ള കീടശല്യം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇനി കറിയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചീരത്തോരൻ ഏകദേശം തയ്യാറായി കഴിഞ്ഞു. അധികം മുരിച്ചെടുക്കേണ്ട കാര്യമില്ല. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്തു കൊടുക്കാനും കമൻറ്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുവാനും സമയം കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നമസ്കാരം. എല്ലാവരും പറ്റാവുന്ന പച്ചക്കറികൾ നട്ടുവളർത്തുക. സുരക്ഷിത ഭക്ഷണം നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം. നാം വളർത്തുന്ന ചെടികളിലെങ്കിലും നമുക്ക് പ്രകൃതിക്ക് അനുയോജ്യമായ വളങ്ങളും രാസകീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിക്കാതെയുള്ള കൃഷിരീതി അവലംബിക്കാം. താങ്ക് യു.